ഇത് പോസ്റ്റ് ഡെലിവറി ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൽ ഒരു വാട്ട 18 ഡേ ആണ്. അപ്പം രാവിലെ എണീച്ച് അതിന് തന്നെ ഗ്യാസിൻ്റെ ഗുളിക ഉണ്ടാവും, അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പാലും പഴവും കൊണ്ട് തരും കേട്ടോ. അപ്പോൾ അതും കുടിച്ച് നമ്മൾ കുളിക്കുന്നതിൻ്റെ മുന്നേ ഒന്ന് വയറ് ഫില്ലാക്കി വെക്കാറുണ്ട് കേട്ടോ. അതിനിടയിൽ ഒരു മരുന്നുണ്ടാവും, ആ മരുന്നും കുടിച്ച് നേരെ കുളിക്കാൻ പോകും. ഒരു കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ വെള്ളയപ്പവും കടലക്കറിയായിരുന്നു. ഓരോ ദിവസം ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ എൻ്റെ ഇടയിൽ പൊടിൻ്റെ ചേച്ചിയും മോളും ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അവരോടൊക്കെ വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്ക് അരിഷ്ടം കുടിക്കാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിഷ്ടം കുടിച്ച് അവർ സെറ്റായി നിൽക്കുമ്പോഴത്തേക്ക് അവർ കഞ്ഞി കൊണ്ടുത്തരും. ഇതേപോലെ തന്നെ ഓരോ ദിവസം ഓരോ കഞ്ഞിയാവും. ഇന്നിപ്പോൾ ജീരകക്കഞ്ഞി ആയിരുന്നു തോന്നുന്നു, അല്ലെങ്കിൽ ഉലുവയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ. പിന്നെ മുക്കിടി ഉണ്ടാവും. പിന്നെ അതിന് ശേഷം കുറച്ച് ജ്യൂസ് കൊണ്ടുത്തരും. പിന്നെ ലഞ്ചിനുള്ള ടൈം ആകുമ്പോൾ ഇവരെന്നെ പറമ്പിലുണ്ടാക്കുന്ന എന്തെങ്കിലും ഉപ്പേരീൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടോ ഉപ്പേരി ഉണ്ടാക്കുക. പിന്നെ എന്തെങ്കിലും നോൺ വെജും ഉണ്ടാവും, പിന്നെ കറിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിന് ശേഷം പൊടീൻ്റെ ചേച്ചി കൊടുന്ന ഡ്രീം കേക്ക് ഉണ്ടായിട്ടോ. അതിനൊരു 3-4 സ്പൂൺ ഡ്രീം കേക്കൊക്കെ കഴിച്ച് മോൻ ഉറങ്ങിയതിന് ശേഷം കുറച്ചൊന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എണീച്ചപ്പോഴത്തേക്ക് പുറത്ത് ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു കാട് പോലെ കേട്ടോ. അപ്പോൾ നല്ല രസം മഴ പെയ്യുന്ന കാണാൻ. അപ്പോൾ മഴയൊക്കെ പെയ്ത് ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ചായക്കുള്ള സ്നാക്സ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ തേങ്ങയും ശർക്കരയും കൂടി ഇട്ട് എന്തൊരു സ്നാക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കഴിച്ച് പിന്നെ നേരെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ഉണ്ട കഴിക്കണം. പിന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഡിന്നറിന് നെയ്ച്ചോറും ചിക്കൻ കറിയും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.